ഞാനിപ്പോൾ നിൽക്കുന്നത് കൈറോ യൂണിവേഴ്സിറ്റിയുടെ മെഡിസിൻ ഫാക്കൽറ്റിയിലാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്റ്റുഡൻ്റ് ആണ്, പേര് മനാൽ ഉമർ. മനാലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പോടെയാണ് മനാൽ ഉമർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെയാണ് കൈറോയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് മനാലിനോട് ചോദിക്കാം. മനാലിന് ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഫീസ് കാര്യങ്ങൾ? ഇപ്പോൾ പല ഏജൻസികളും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ബൾക്ക് എമൗണ്ട് അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. നോർമലി ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേ ചെയ്ത എമൗണ്ട് അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് മനാലിന് വന്നിട്ടുണ്ടോ? ഇല്ല, വേറെ എക്സ്ട്രാ ഒരു എമൗണ്ട് ഞാൻ പേ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല മാർക്കും അത്യാവശ്യം അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റും കുറച്ച് ലക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ആ സ്കോളർഷിപ്പ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? മനാലിന് കിട്ടുന്ന സ്കോളർഷിപ്പിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഐ മീൻ ഫുൾ ഫീ അടക്കണ്ട. ഐ മീൻ പെർ സെം $4,000 ആണ്. അപ്പോൾ ഒരു വർഷം $8,000, ഏകദേശം ഒരു 30-40 ലക്ഷം രൂപന്റെ സ്കോളർഷിപ്പാണ് മനാലിന് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല മന്ത്ലി അലവൻസ് കൂടി മനാലിന് വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. എൻ്റെ ഇവിടുത്തെ എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എമൗണ്ട് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ലക്കി സ്റ്റുഡൻ്റ് ആണ്. കാര്യം കൈറോ യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം മലയാളികൾ ഏകദേശം ഒരു 200 വന്നിട്ടുണ്ടാവും. അതിനകത്ത് സ്കോളർഷിപ്പ് കിട്ടിയ വളരെ ചുരുക്കം ഒരാൾ, ചിലപ്പോൾ ഒരേ ഒരാൾ മനാലായിരിക്കാം. മീൻസ് ഈ രീതിയിൽ ₹1 പോലും എക്സ്പെൻസ് ഇല്ലാതെ സ്കോളർഷിപ്പ് കിട്ടിയ നമ്മുടെ എജുക്കോളിങ്ങിൻ്റെ സ്വന്തം മനാൽ ഉമറാണ്. മനാലിൻ്റെ അഡ്മിഷൻ മുതൽ സ്കോളർഷിപ്പ് കൺഫർമേഷൻ വരെ ഏജൻസിൻ്റെ ഇപ്പോൾ വന്നിട്ട് ഏകദേശം എത്ര മാസമായി? 6 months ആയി. ഇതുവരെയുള്ള ഏജൻസിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി എൻ്റെ ഡാഡിയും ബ്രദറും കുറേ ഏജൻസിനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ലാസ്റ്റാണ് നമുക്ക് സുഹേൽ ഖാന് കിട്ടുന്നത്, എജുക്കോളിംഗ് ഏജൻസിന് കിട്ടുന്നത്. അപ്പോൾ സുഹേൽ ഖാനായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ ഒപ്പം പറഞ്ഞു തന്നു. അപ്പോൾ എന്തോ ട്രസ്റ്റ് ആയി, ഡാഡിക്കും ബയ്യാക്കും കൂടിയിട്ട് ഓക്കെ ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ സുഹേൽക്കാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനത്തെ സ്കോളർഷിപ്പ് ഉണ്ട്, 12th മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തുകൂടാ എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളിത് അറിഞ്ഞപ്പോൾ വേറെ കുറേ ഏജൻസിനായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ തോന്നില്ല. പിന്നെ പറഞ്ഞത് എത്രകൊണ്ട് ലാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്കോളർഷിപ്പ് ഫിക്സ് ചെയ്തിടാന്ന് പറഞ്ഞു. അപ്പോൾ സുഹേൽക്ക് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ കീഴിൽ തന്നെ ഏകദേശം 25 സ്റ്റുഡൻസോളം വന്നിട്ട് ഇതൊരു ലക്കിന്റെയും മാർക്കിന്റെയും ബേസ് ആണ്. അപ്പോൾ അതിൽ മനാലിന് മാത്രമാണ് സ്കോളർഷിപ്പ് കിട്ടില്ല. എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യവും മാർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതാണ്. വന്നിട്ട് ഏകദേശം 6 മാസമായല്ലോ. ഈ വന്നത് മുതൽ ഇതുവരെയുള്ള ഏജൻസിന്റെ ഒരു സപ്പോർട്ട് ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നു? ആക്ച്വലി ഇവര് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ പേപ്പർ വർക്ക്സ് ചെയ്യാമല്ലേ, അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മളപ്പോൾ ഏജൻസി ഉണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോലും അവർ വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഇഷ്യൂ പുറത്തുനിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്യും. അത് അവർ വന്നിട്ട് ക്ലിയർ ചെയ്ത് റീചെക്ക് ചെയ്തിട്ട് അവർ പോയിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഏജൻസി നമ്മൾ കോൾ ചെയ്തിട്ട് മോട്ടിവേഷനും പഠിക്കാനുള്ളൊരു ഹൈപ്പൊക്കെ നമുക്ക് തരും. അതൊക്കെ ഭയങ്കര എനിക്കൊന്ന് ഹോംലി ഫീൽ ചെയ്തത്. അതൊക്കെ ഭയങ്കര. നിങ്ങളെ കൂടെ തന്നെ മറ്റു ഏജൻസിയിൽ നിന്ന് വന്നുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ഏജൻസിയിൽ നിന്ന് നമ്മുടെ എജുക്കോളിങ്ങിനെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത്? അത് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പേപ്പർ വർക്ക്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അവരെ കാട്ടിയും നമ്മൾ ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഏജൻസി ചെയ്യുന്നത്. പക്ഷെ അവർ ഭയങ്കര ലാഗി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അവർ അങ്ങനെ ലാഗ് ചെയ്യുന്നത്, പക്ഷെ നമ്മളെ കാര്യം എല്ലാം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പേപ്പർ വർക്ക്സിന് വേണ്ടി ക്യൂ നിൽക്കണം കണ്ടിട്ട് കുറേ പേര്, പക്ഷെ നമ്മൾ ഈസിലി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല സുഹേൽക്കാക്ക് ഇവിടെ കുറേ ആൾക്കാർ അറിയാം, നമ്മളെ യൂണിവേഴ്സിറ്റിയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, സുഹേൽക്ക് തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ ആ പേപ്പർ തരെ ചെയ്തുള്ളത്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയി എനിക്ക്. കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരും വർഷങ്ങളിൽ ആഗ്രഹിക്കുന്ന പാരന്റ്സിനോട് മനാലിന് എന്താണ് നമ്മുടെ ഏജൻസിയെ കുറിച്ച് പറയാനുള്ളത്? നമ്മള് ഈ എജുക്കോളിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വേണ്ട പറയാം. കാരണം എൻ്റെ ഡാഡിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ കുറേ ഫ്രോഡ് അങ്ങനത്തെ കുറേ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സുഹേൽക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി നമ്മൾ ഏജൻസി ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് വെച്ചാൽ എൻ്റെ കാര്യം പറയുമ്പോൾ 100% ട്രസ്റ്റ് ചെയ്യുക. കാരണം എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്, എല്ലാതും പെർഫെക്റ്റ് ആണ്. ഇവിടെയുള്ള ഒരു കൾച്ചർ എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ മാസം എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ എക്സാമിന്റെ ടൈം ആകുമ്പോൾ മെസ് ആവും, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കുക്ക് ചെയ്യും. എക്സ്പെൻസ് ഭയങ്കര കുറവാണ് ഇവിടെ. ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, ഇവിടെ യൂണിവേഴ്സിറ്റി ഒക്കെ ഓഫാണ്. എന്നിട്ടും ഈ പുറകിലൂടെയും മുമ്പിലൂടെ ഒക്കെ നടക്കുന്ന ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസ് ആണ്. ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പോഷറും ഈ യൂണിവേഴ്സിറ്റിയുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ടീച്ചേഴ്സിന്റെ ഒരു
അപ്രോച്ചും ഇതെല്ലാം എങ്ങനെയുണ്ട്? പഠനത്തിൽ ഇത് എത്രത്തോളം സഹായകരമാണ്? ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ഇയർ എത്തിയിട്ടുള്ളൂ, പക്ഷേ ഇവിടെ കാണുമ്പോൾ കുറേ പേഷ്യൻസ് വന്ന് പോകണ കാണുന്നുണ്ട്. ഇപ്പോൾ വേറെ കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അവിടെ പേഷ്യൻസ് ക്ലിനിക്കൽസ് കുറവാന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പേഷ്യൻസ് വന്ന് പോകുന്നത് കണ്ടപ്പോൾ കുറേ ക്ലിനിക്കൽ എക്സ്പേർട്സ് ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റുഡൻസിന് ടീച്ചേഴ്സ് വെച്ചിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആ ഡേറ്റ് നമുക്കത് ക്ലിയർ ആക്കി തരും. അങ്ങനെ ഭയങ്കര ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രൊഫസേഴ്സൊക്കെ. അതുപോലെ ഒരു വൈബ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ലൈഫ് ഉണ്ട് അവിടെ? പല വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലൈഫ് ഉണ്ടാവില്ല, പഠനം ഉണ്ടാവും, ലൈഫ് ഉണ്ടാവില്ല. ഇവിടെ പഠനം ഉണ്ടെന്ന് ഓൾറെഡി മനാലി പറഞ്ഞു, ഇവിടെ ലൈഫ് ഉണ്ടോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. കാരണം നമ്മളെ ഫ്രണ്ട്സ് ഗാങ്ങിനായിട്ട് പുറത്ത് പോകുന്നു, നമ്മളൊരു ടൈം വെച്ച് പഠിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടൈം നമ്മൾ ഫുള്ള് പുറത്തിറങ്ങും. ഇവിടെ അങ്ങനെ ടൈം ലിമിറ്റ് ഇല്ല, നമ്മൾ രാത്രി ആയാലും പുറത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യും, നമ്മൾ ഫ്രണ്ട്സിനായിട്ട് കറങ്ങും. ഭയങ്കര രസമാണ് ഇവിടെ. സോ മൊത്തത്തിൽ ഹാപ്പിയാണ്? ഫുൾ ഹാപ്പിയാണ്.